വി.ഡി. സതീശൻ സർക്കാർ മൂന്നാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മികച്ച പ്രകടനമാണ് സർക്കാരിൽ നിന്നുണ്ടാകുന്നത്. മന്ത്രിസഭയിൽ ഏറ്റവും മികച്ച ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ച് നാട്ടിലെ ലഹരി കടത്തുകാരെയും ഉപഭോക്താക്കളെയും വരിഞ്ഞു മുറുക്കിയ ചെന്നിത്തല നാടിനെ ക്ഷുദ്രശക്തികളിൽ നിന്ന് മോചിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഇക്കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ ഭരിച്ചു മുടിപ്പിച്ച വകുപ്പാണ് ആഭ്യന്തരം. കേരള പോലീസ് എന്ന ലേബൽ പിണറായി വിജയന്റെ അടിമപ്പട്ടാളം എന്ന പേരിലേക്ക് വഴിമാറിയ 10 വർഷങ്ങളാണ് കടന്നുപോയത്. കഴിഞ്ഞ ദിവസം മലയാള മനോരമ സംഘടിപ്പിച്ച സംവാദ പരിപാടിയിൽ പങ്കെടുത്ത രമേശ് ചെന്നിത്തല മാവോയിസ്റ്റുകളോടക്കമുള്ള തന്റെ സമീപനം തുറന്നു പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ രൂപേഷ് എന്ന പേരുള്ള ഒരു മാവോയിസ്റ്റിനെ കേരള പോലീസും കർണാടക പ്രത്യേക സംഘവും സാഹസികമായി പിടികൂടി. ആ ഓപ്പറേഷൻ നടക്കുമ്പോൾ രൂപേഷ് അടക്കമുള്ള മാവോയിസ്റ്റുകളെ വധിക്കരുതെന്നും ജീവനോടെ പിടികൂടി ജയിലിലടച്ച് ശിക്ഷിക്കണമെന്നുമാണ് പോലീസ് നൽകിയ നിർദ്ദേശമെന്ന് ചെന്നിത്തല ഓർക്കുന്നു. എന്നാൽ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടു. രൂപേഷിനെ ജീവനോടെ പിടികൂടി. ഇന്ന് ജയിലിൽ കഴിയുന്ന രൂപേഷ് തനിക്കൊരു കത്തയച്ച കാര്യവും ചെന്നിത്തല ഓർത്തെടുത്തു. മാവോയിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ ചില വസ്തുതകൾ തിരിച്ചറിയുന്നുണ്ടെന്നും മകൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്നുമായിരുന്നു കത്തിലെ ഉള്ളടക്കം. ആ നിലപാടിൽ തന്നെയാണ് താൻ ഉറച്ചു നിൽക്കുന്നതെന്ന് കൂടി പറഞ്ഞ ചെന്നിത്തല പിണറായി വിജയന് പക്ഷേ ആ നിലപാടായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് 5 മാവോയിസ്റ്റുകളാണ് പോലീസുമായി ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടതെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആരെയും വധിക്കാൻ ആർക്കും അവകാശമില്ല. നിയമപരമായി അവരെ ശിക്ഷിക്കുക, അതുവഴി തെറ്റിന്റെ പാതയിൽ നിന്ന് കുറ്റവാളികളെ പിന്തിരിപ്പിക്കുക എന്ന ലൈനാണ് താൻ പിന്തുടരുന്നതെന്നും അസന്നിഗ്ധമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. ആ വാക്കുകൾ കേൾക്കാം. നക്സലൈറ്റുകളെ മാവോയിസ്റ്റുകളെ നേരിടാൻ ഞാൻ എടുത്ത സമീപനം അവരെ കൊല്ലാൻ പാടില്ലെന്ന്. ഇപ്പം തന്നെ വിയ്യൂർ ജയിലിൽ 2 പേര് കിടപ്പുണ്ട്. നമ്മുടെ രൂപേഷ് അവിടെ കിടക്കുക. രൂപേഷ് എനിക്ക് ജയിലിൽ നിന്നൊരു കത്തയച്ചു. പത്രത്തിൽ ഞാൻ കൊടുത്തില്ല. എൻ്റെ 2 മക്കളും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു, എന്നെ വേണേ അന്ന് പോലീസും കൊല്ലാമായിരുന്നു. ഞാൻ സ്ട്രിക്റ്റായ നിർദ്ദേശം കൊടുത്തു, പിടിക്കുകയാകാവൂ. കേരള പോലീസും തമിഴ്നാട് ആന്ധ്ര പോലീസും കൂടെ ഒരുമിച്ച് ഒരു ഓപ്പറേഷനായിരുന്നു. എനിക്കറിയാമായിരുന്നു, ഞാൻ ആ ഓരോ മിനിറ്റും ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞത് കൊല്ലാൻ പാടില്ല, ആരെയും കൊല്ലാൻ പാടില്ല. അൺഫോർച്ചുനേറ്റ്ലി മിസ്റ്റർ പിണറായി വിജയൻ കിൽഡ് 5 മാവോയിസ്റ്റുകൾ. ഇതാണ് ഞാനും പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള വ്യത്യാസം. ഞാൻ അവരെ തിരികെ കൊണ്ടുവന്ന് അവരെ മാനസികമായി മാറ്റിയെടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്.